ശരീരമാണ് നമ്മുടെ വൈദ്യൻ. കാരണം നമ്മുടെ ശരീരം തന്നെയാണ് ഇത് ക്യൂർ ചെയ്യുന്നത്. അതിന് ഉദാഹരണം കൊടുത്തണം, ഒറ്റ കൊടുത്തണം. നമ്മൾ അങ്ങേക്ക് തെങ്ങേ കയറാൻ അറിയാമോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണല്ലോ. ഉറപ്പാണ്. അല്ലെ സ്ത്രീകളായിക്കോട്ടെ, തെങ്ങേ കയറാനില്ല. നമ്മൾ തെങ്ങിൻ്റെ മൂട്ടി പോയി നിൽക്കാന്ന് വെച്ചു. അപ്പോൾ ഒരു പേപ്പട്ടി ഓടി വരുന്നു, എന്ത് ചെയ്യും? തെങ്ങി കയറും. തെങ്ങി കയറും. അറിയില്ലായിരുന്നല്ലോ. എങ്ങനെ കയറിയേ? നമ്മൾ കയറിപ്പോവല്ലോ. കയറിപ്പോല, കയറിയിരിക്കും. ഈ ഒരു ഒറ്റ കാര്യം പഠിച്ചാൽ മതി സൃഷ്ടാവിൻ്റെ സൃഷ്ടി എന്താണെന്ന് പഠിക്കാൻ. ആ പഠിക്കണമെങ്കിൽ ഇതിൻ്റെ ബേസ് കിടക്കുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസം വേണം നമുക്ക്. ഈ അടിസ്ഥാന വിദ്യാഭ്യാസം ഇരിക്കുന്നത് ഖുർആൻ, ബൈബിൾ, വേദം. ഈ 3 പുസ്തകത്തിൽ ഏതെങ്കിലും പുസ്തകം എടുത്ത് വെച്ച് വായിക്കാതെ നമുക്കിത് മനസ്സിലാവില്ല. അതിനകത്ത് കൃത്യമായിട്ട് നോക്കിക്കോളൂ, കാണിച്ചു തരാം. നമ്മൾ തെങ്ങേ കയറിയില്ലേ? പട്ടി ഓടി വന്നപ്പോൾ, പേപ്പട്ടി വന്നപ്പോൾ തീർച്ചയായിട്ടും കയറി. കുറച്ച് കഴിഞ്ഞ് പട്ടിയങ്ങ് പോയി, ഇറങ്ങാൻ പറ്റുമോ? പിന്നെ കാല് വിറയ്ക്കും. അപ്പോൾ മേളിൽ നിന്നൊരു പാമ്പ് താഴോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇറങ്ങുമല്ല, പിന്നെ ചാടൂലേ? അവിടെ എന്താ സംഭവിച്ചെന്നറിയാം? നമ്മുടെ കിഡ്നിയുടെ തൊട്ട് മേളിൽ 2 അഡ്രിനൽ ഗ്ലാൻഡ് പണിത് വെച്ചിട്ടുണ്ട്. അതുണ്ടാക്കുന്ന അഡ്രിനാലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്. ആ ഹോർമോൺ ഉണ്ടാക്കി ബ്ലഡിലോട്ട് കയറ്റി വിട്ട് കൊടുക്കും. അത് ബ്ലഡിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾക്കെല്ലാം, ബാക്കിയുള്ള എല്ലാ അവയവങ്ങൾക്കും ഷട്ടാവും. പിന്നെ ഒറ്റ ചിന്ത, ശരീരം. കാരണം ഇതിനകത്തിരിക്കുന്നവനാണ് ഈ ശരീരം വേണ്ടുന്നത്. അവനറിയാം ഈ ശരീരം ഈ പട്ടി കടിച്ചാൽ നശിച്ചു പോകും. അതുകൊണ്ട് അവൻ ചെയ്ത അവസാനത്തെ പണി ഈ അഡ്രിനൽ ഗ്ലാൻഡ് പ്രവർത്തിപ്പിച്ചു, ബ്ലഡിലോട്ട് കയറ്റി വിട്ട് കൊടുത്തു. ബ്ലഡ് കയറ്റി വിട്ട് കഴിച്ചപ്പോൾ പിന്നെ ഒരിന്ദ്രിയങ്ങൾക്കും പേടിയില്ല, ഭയമില്ല, ഒന്നുമില്ല, വീണ്ടും വിചാരമില്ല, ഒന്നുമില്ലാതെ മുള്ളുമുരിക്കൽ കയറും. മേളിയോട് കയറി. ആ സമയത്ത് നമ്മൾ മുറിയൊന്നോ ഭയമോ പേടിയോ ഒന്നുമില്ലാതെ ജീവൻ നിലനിർത്താൻ അവസാനത്തെ കളിക വരെ, ഇനി വരാൻ പോകുന്ന അപകടത്തെ വരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ്, അതിനെ എന്ത് പേരിട്ട് വേണേലും വിളിച്ചോളൂ, അവനകത്തിരിപ്പുണ്ട്. അവനാണ് ഈ പണി ചെയ്തത് നമ്മളെ രക്ഷിക്കാൻ. അപ്പോൾ നമ്മുടെ ഏത് പ്രതികൂല കാലാവസ്ഥ, ഞാനൊരു പ്രാവശ്യം പളനിപ്പോയി. ഒരു കുട്ടി, 2 വയസ്സുള്ള കുട്ടി സ്റ്റെപ്പിൽ നിന്നിട്ട് താഴെ വീണു. കൊച്ചു കൈ കുത്തുന്നു, തല പൊക്കുന്നു, കൈ കുത്തുന്നു, തല പൊക്കുന്നു. ഈ 2 വയസ്സുള്ള കൊച്ചിനോട് എന്ത് വിദ്യാഭ്യാസവും വിവരമുണ്ട് അതിന്? അതെങ്ങനെ, ആരാണ് ചെയ്തത്? തല മുട്ടിയാൽ, തല പാറക്കല്ലിൽ അടിച്ചാൽ തല പൊട്ടുവെന്ന് ഈ കുട്ടിക്ക് എങ്ങനെ അറിയാം? കൈ കുത്തണമെന്ന് ആരാ പറഞ്ഞത്? അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ ഈശ്വരനെന്നോ കർത്താവെന്നോ അള്ളാഹു എന്നോ എന്തു പേരിട്ട് വിളിക്കുക? അവനകത്തിരിപ്പുണ്ട്. ഞാൻ അറിയാതെ നിന്റെ തലയിൽ ഒരു മുടി പോലും കൊഴിയില്ല. ഞാൻ നിന്റെ ഹൃദയത്തിനകത്താണിരിക്കുന്നത്. ഞാനല്ലാതെ നിനക്ക് വേറൊരു ദൈവമുണ്ടാവാൻ പാടില്ല. ഞാൻ വസിക്കുന്ന ദേവാലയമായ ഈ ശരീരം, അതിനെ നശിപ്പിക്കുന്നവനെയും ഞാൻ നശിപ്പിച്ചിരിക്കും. ഖുർആൻ, ബൈബിൾ, വേദം. വേദത്തിൽ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനുവാദമില്ലാതെ ഒരു കരിയില പോലും ചലിക്കില്ല എന്ന് പറഞ്ഞാൽ ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം എൻ്റെ സൃഷ്ടിയാണ്. അതിനപ്പുറം ഒരുത്തനില്ല. അവനാണിതിൻ്റെ അവകാശി, അവനാണിതെല്ലാം ചെയ്യുന്നത്, അവൻ്റെ കയ്യിലാണ് ഈ പണിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനുദാഹരണം പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഒരു ആടിനെ കൊല്ലുമ്പോൾ, ഒരു കോഴിയെ കൊല്ലുമ്പോൾ ബിസ്മില്ല ചൊല്ലുന്നതും ഓതുന്നതും വെള്ളം കൊടുക്കുന്നതും ആ കോഴിയും ആടും പേടിക്കാതിരിക്കാനാണ്. ഒറ്റ വെട്ടി കൊല്ലുന്നതിനെ തിന്നാൻ പാടുള്ളൂ. കാരണം രണ്ടാമത് ജീവൻ ഇരിപ്പുണ്ടെങ്കിൽ അത് രക്ഷപ്പെടാൻ വേണ്ടി ഈ അഡ്രിനൽ ഗ്ലാൻഡ് പ്രവർത്തിപ്പിക്കും. അപ്പോൾ ആ അഡ്രിനൽ ഗ്ലാൻഡ് പ്രവർത്തിച്ചാലുണ്ടാകുന്ന കില്ലർ ഹോർമോൺ അത് ബ്ലഡിലോട്ട് കയറിയാൽ മാംസത്തിൽ കയറും. അത് നമ്മൾ നിന്നാൽ നമുക്കും ഈ അസുഖം ഉണ്ടാവും, ഈ ഡിപ്രഷൻ. അവൻ ഏത് പുസ്തകത്തിൽ, ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടാണ് അന്നേരി? അതുകൊണ്ടാണ് പന്നി ഹറാമായത്. പന്നി ഹറാമായതിൻ്റെ കാരണം പന്നിക്ക് കഴുത്തില്ല, ഒറ്റ വെട്ടി കൊല്ലാൻ പറ്റില്ല. ഇതെല്ലാം നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാതെ പോയി. മനസ്സിനെ പഠിക്കാതെ നേരിട്ട് പഠിക്കാൻ പോയി ശാസ്ത്രം, അപ്പോഴാണ് അടി കിട്ടിയത്. നേരിട്ട് നമ്മൾ ശരീരം പഠിക്കാൻ പോയി. ശരീരമില്ലാത്തതാണ്. ഈ കാണുന്നതൊന്നും സത്യമല്ല, കാണാത്തത് മാത്രമേ സത്യമുള്ളൂ. ആ സത്യം ഞാനാണ്. 3 പുസ്തകത്തിലുള്ള, അല്ല ഒരു പുസ്തകത്തിലല്ല. മുസ്ലിങ്ങൾ പറയും ഞങ്ങളുടെ ഖുറാനിലുണ്ടെന്ന്, ഹിന്ദുക്കൾ പറയും ഞങ്ങളുടെ വേദത്തിലുണ്ടെന്ന്, ക്രിസ്ത്യാനി പറയും ഞങ്ങളുടെ ബൈബിളിലുണ്ടെന്ന്.
എല്ലാത്തിലും ഒറ്റ വരി തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ന് മലയാളികളെ മാത്രമല്ല ലോകത്തെ മൊത്തം മുൾമുനയിൽ നിർത്തുന്ന ഒരു രോഗമാണ് ക്യാൻസർ. പക്ഷേ വൈദ്യരുടെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ്. ക്യാൻസർ എന്നൊരു രോഗമില്ലെന്നും അല്ലെങ്കിൽ കീമോതെറാപ്പി ക്യാൻസറിന് ചെയ്യാൻ പാടില്ലാത്ത ശരിക്കും വൈദ്യർ തന്നെ തെളിയിച്ചിട്ടുണ്ട്. പല രോഗികളിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ നിന്ന് എഴുതി മേടിക്കുന്നുണ്ട്. കീമോതെറാപ്പി രോഗിയുടെ നിർബന്ധ പ്രകാരമാണ് ചെയ്യിക്കുന്നതെന്നും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും. അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ആദ്യമേ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തെപ്പറ്റി ആദ്യം ആർക്കൊരു ധാരണയില്ലാത്തതാണ് കുഴപ്പം. ക്യാൻസർ എല്ലാ അവയവങ്ങൾക്കും ഏത് രോഗങ്ങൾക്കും ഉണ്ടാകുന്നതിന് ഒരുമിച്ച് പറയുന്ന ഒരു ഗ്രീക്ക് ഭാഷയാണ് ക്യാൻസർ. അതിൻ്റെ ഇംഗ്ലീഷ് ക്രാബ്സ്, ഞണ്ടെന്ന മലയാളം. ഞണ്ട് പിടിക്കുന്ന പോലെ പിടിക്കുന്ന ഒരു സാധനം. ഈ ക്യാൻസർ എന്താണെന്ന് ഇന്ന് വരെ ലോകത്ത് ആരും കണ്ടുപിടിച്ചിട്ടുമില്ല. ഈ ഇടയ്ക്ക് ഒബാമ വന്നപ്പോഴും പറഞ്ഞതാണ് എത്രയും പെട്ടെന്ന് ക്യാൻസറിൻ്റെ മരുന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ക്യാൻസറിൻ്റെ മരുന്നല്ല കണ്ടുപിടിക്കുക, ക്യാൻസർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ ആദ്യം. അങ്ങനൊരു സാധനമേ ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞത് കോശങ്ങളുടെ അഴുകലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2009 മുമ്പ് പറഞ്ഞു കോശങ്ങളുടെ അമിത വളർച്ചയാണെന്ന് പറഞ്ഞു. 2009 പറഞ്ഞത് കോശങ്ങളുടെ അമിത വാർദ്ധക്യമാണെന്ന് പറഞ്ഞു. വാർദ്ധക്യം ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. 2014 റോസൽബർഗ് ഓഫ് അമേരിക്ക, അവിടെ നടന്ന ലോകത്തിലെ രണ്ടാമത്തെ ക്യാൻസർ ആശുപത്രിയും രണ്ടാമത്തെ കോളേജുമാണ് ക്യാൻസറിൻ്റെ. അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റ് നമ്മുടെ മലയാളിയുണ്ട്. അവർ പറഞ്ഞത് കീമോ ചെയ്തതിന് ശേഷം മാത്രം ഉണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ. അതുവരെ ക്യാൻസർ അല്ല, അതുവരെ അവൻ്റെ ഇമ്മ്യൂണിറ്റി പവർ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നതായിരുന്നു. സെക്കൻഡറി വന്നു കഴിഞ്ഞാൽ ആർക്കും ചികിത്സിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്യാൻസറിന് കീമോ ചെയ്യരുതെന്ന് 2015 ഫെബ്രുവരി 4 വിശ്വവിഖ്യാതമായ WHO ഒരു പ്രഖ്യാപനം നടന്നു. ക്യാൻസർ ഉണ്ടാകുന്നത് ബാഡ് ലക്ക് കൊണ്ടാണ്. ഇത്രയും നമ്മുടെ ആൾക്കാർ, നമ്മളെല്ലാം ഇത്രയും മന്ദബുദ്ധിയാകുന്നതിനുള്ള ഇതേ കൂടി ഒരു തെളിവ് വരെ വേണ്ട. പാശ്ചാത്യൻ്റെയാണ് മോഡേൺ സയൻസ്, ഭാരതത്തിൻ്റെ അല്ല. അവരുടെ കൺട്രോളിലും അവർ പറയുന്നത് ഇവിടെ പാസ്സാകുകയാണ്. ഈ മോഡേൺ സയൻസിനകത്ത്, ആധുനിക വൈദ്യശാസ്ത്രത്തിനകത്ത് നമുക്ക് കൺട്രോളില്ല. അവർ ഇന്ന മരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തോണം, അതിനപ്പുറമുള്ള ഒരു വാക്യമില്ല. ലോകത്ത് ഇന്ന് വരെ ക്യാൻസർ എന്താണെന്ന് ആരും കണ്ടുപിടിച്ചിട്ടില്ല. കേരളത്തിലെ ക്യാൻസർ എന്ന് കേട്ടാൽ എല്ലാവർക്കും ഓടിച്ചെന്ന് ചികിത്സിക്കാൻ പറ്റിയ ഡോക്ടറുടെ പേരാണ് ഡോക്ടർ VP ഗംഗാധരൻ സാർ. ഗംഗാധരൻ സാറിൻ്റെ ഇതാണ് നോട്ടീസ്. ക്യാൻസർ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിൻ്റെ യഥാർത്ഥ കാരണത്തെപ്പറ്റി ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗത്തിന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത മരുന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ചികിത്സയും കീമോയും റേഡിയേഷനുമാണ് നടക്കുന്നത്. അടുത്ത രസം, അതിലും വലിയ രസം, ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗസറ്റ് വിജ്ഞാപനമാണ്. ക്യാൻസർ പോയിട്ട് അലോപ്പതിയിൽ ഒരു രോഗത്തിനും മരുന്നില്ല എന്ന് സർക്കാർ പറയുന്ന ഗസറ്റ് വിജ്ഞാപനം. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്സ് ആൻഡ് റൂൾസ്, ഷെഡ്യൂൾ J, റൂൾ നമ്പർ 106 പ്രകാരം ഈ താഴെ കാണുന്ന 51 രോഗങ്ങൾക്ക് ഒരു രോഗത്തിനും മരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ ക്യാൻസർ, ട്യൂമർ, ലുക്കീമിയ, ഈവൻ ഹൈ ആൻഡ് ലോ BP ഉൾപ്പെടെ, ഡയബറ്റിക് ഉൾപ്പെടെ ഒരു രോഗത്തിനും അലോപ്പതിയിൽ മരുന്നില്ല, തൽക്കാല ശമനം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ കേരളത്തിലെ ഇന്ത്യൻ ജനത എന്താ കാണിക്കണേ? ഇത് മലയാളത്തിലാക്കി എല്ലാ ഗവൺമെൻറ് ആശുപത്രിയുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും നോട്ടീസ് ബോർഡിൽ ഇട്ടാൽ തന്നെ നമ്മുടെ പാവം ജനതകളുടെ 10 സെൻറ്റും 5 സെൻറ്റും സ്ഥലം വിറ്റുകൊണ്ട് എന്ന് ഇവരുടെ കൈക്കൊണ്ട് കൊടുക്കേണ്ടെന്ന് ആവശ്യം വരില്ല. ഇത് ഞാൻ എല്ലായിടത്തും അയച്ചു കൊടുത്താണ്, എല്ലാ ഗവൺമെൻറ് പ്രസ്ഥാനത്തിനും അയച്ചു കൊടുത്താണ്. അവരാരും ഇന്ന് ഇതെടുക്കുന്നില്ല. കാരണം ഇവിടെ വരുന്ന മരുന്നുകളുടെയും ഇവിടെ വരുന്ന ആശുപത്രിയിലെ മരുന്നുകളുടെയും എല്ലാത്തിൻ്റെയും അതിൻ്റെ വലിയൊരു ഏജൻറ്റ് എന്നോട് പറഞ്ഞത്, വലിയൊരു ഏജൻറ്റ് എൻ്റെ പേഷ്യൻ്റാണ്,
ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ മരുന്ന് കൊടുക്കുന്നത്. ആ ഏജൻറ്റ് പറഞ്ഞത് വൈദ്യരെ 33 മുതൽ 35% വരെ കമ്മീഷൻ കൊടുത്തിട്ടാണ് ഈ മരുന്ന് ഇവിടെ വരുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക്. രക്ഷപ്പെടാൻ പറ്റുമോ? അവരതുകൊണ്ട് ഇതേപ്പറ്റി ആര് ചർച്ചയ്ക്കിട്ടാലും മിണ്ടൂല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതിനിടയ്ക്ക്, ഈ ഇതെല്ലാവരും MBBSും FRCസും ഒക്കെ കോളേജിൽ പോയി പഠിച്ച ഡിഗ്രി എടുത്തവരാണ്. പക്ഷേ താങ്കളൊരു പാരമ്പര്യ വൈദ്യനാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു പാരമ്പര്യ വൈദ്യന് ചികിത്സ നടത്താനുള്ള അവകാശമോ അല്ലെങ്കിൽ അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ. തീർച്ചയായിട്ടും. ക്യാൻസർ ഇത് എറണാകുളം ജനറൽ ആശുപത്രിയുടെ വാതിക്കൽ ഫെബ്രുവരി 4 എഴുതി ഒട്ടിച്ചതാണ്. ക്യാൻസർ 200-ൽ പരം, യഥാർത്ഥ കാരണം അവ്യക്തം. അറിഞ്ഞൂടാ എന്താ കാരണമെന്ന്. 200-ൽ പരം രോഗമുണ്ടെന്ന്. ഇതേ കൂടിയ വിഡ്ഢിത്തം വല്ലതും വേറെ വല്ല ഉണ്ടാ? ക്യാൻസർ എന്താണെന്ന് ഇന്ന് വരെ ആർക്കും അറിയില്ല. സാർ നേരത്തെ ചോദിച്ചല്ലോ പാരമ്പര്യ വൈദ്യത്തിൻ്റെ ഈ പുസ്തകം കണ്ടോളൂ. ഇത് FRC മെഡിക്കൽ കോളേജുകാരനും MBBSകാരനും ഫാർമക്കോളജിസ്റ്റും പഠിക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അലോപ്പതിയിൽ ഈ കാണുന്ന സ്ത്രീകൾക്ക് അലോപ്പതിയിൽ മരുന്ന് കൊണ്ട് ചികിത്സയില്ല. അതുവരെ എഴുതിയിരിക്കണേ. ഒരു രോഗത്തിനും മരുന്നില്ല, തൽക്കാല ശമനം. ഏതെങ്കിലും ഒരു ഡോക്ടർ അതാണ് എഴുതിക്കുന്നത്, ഡിസീസ് വിച്ച് കോൺ ബി ക്ലെയിം ടു ബി ക്യൂർഡ്, ഡിസീസ് ആൻഡ് അലൈൻമെൻറ്റ് ബൈ വാട്ട് എവർ നെയിം ഡിസ്ക്രൈബ് വിച്ച് എ ഡ്രഗ് മേ നോട്ട് പ്രൊപ്പോർട്ട് ടു പ്രിവെൻറ്റ് ഓർ ക്യൂർ. ഷെഡ്യൂൾ J റൂൾ നമ്പർ 106 ദ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം ഈ താഴെ പറയുന്ന ഒരു BP-ക്ക് പോലും നീ ചികിത്സിച്ച് ഭേദമാക്കാമെന്നോ ഭേദമാക്കിയിട്ടുണ്ടെന്നോ പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 6 മാസം മുതൽ 1 കൊല്ലം വരെ കഠിന തടവ്. ഇത് പബ്ലിക് അറിയാത്തത്. ഇത് പബ്ലിക്കിന് ഇട്ടുകൊടുത്താൽ ഒരു പരിധി വരെയൊക്കെ ഈ നാട്ടുവൈദ്യത്തിൽ കൂടെ കയറി അങ്ങ് പൊക്കോളും. സാർ ഇത് കൂടെ കണ്ടോളൂ. ക്യാൻസറിനെ ചികിത്സിക്കുന്നവൻ രോഗിയും രോഗിയുടെ ബന്ധുക്കളും പറഞ്ഞിട്ടാണ് കീമോ ചെയ്യുന്നത്. ഡോക്ടറും ആശുപത്രിക്കാരും ആണയിട്ട് പറയണു, മക്കളെ നീ ചെയ്യരുതെന്ന്. ഇത് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ കൺസേൺ ലെറ്ററാണ്. ഒരു നാസർ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ എഴുതി പഠിച്ചതാണ്. അതിൻ്റെ കോപ്പി എനിക്ക് കിട്ടിയതാണ്. അത് എഴുതിയിരിക്കുന്നത്, ഡോക്ടറും ആശുപത്രിക്കാരും ആണയിട്ട് പറയണു, മക്കളെ നീ കീമോ ചെയ്യരുതെന്ന്. അപ്പോൾ രോഗി പറയുന്നു, എൻ്റെ കയ്യിൽ വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് എൻ്റെ സിംറ്റമെങ്കിലും ഒന്ന് കുറച്ച് തരൂ, ഒരു കീമോ തന്ന് സഹായിക്കൂ എന്ന് രോഗിയും രോഗിയുടെ ബന്ധുക്കളും റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ പറയണു, ആശുപത്രിക്കാരും പറയണു, നീ കീമോ ചെയ്യുമ്പോൾ നിൻ്റെ മരണം സംഭവിക്കാം. കൂട്ടത്തിൽ അലർജിക് റിയാക്ഷൻ, ഇൻഫെക്ഷൻ, ബ്ലീഡിങ്, കാർഡിയാക് ഫെയിലുവർ, ഹെപ്പറ്റിക് ഫെയിലുവർ, റീനൽ ഫെയിലുവർ, പൾമനറി കോംപ്ലിക്കേഷൻ, ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ, ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത രോഗം നിനക്ക് പിടിക്കാം. അതുകൊണ്ട് നീ ഒരു കാരണവശാലും കീമോ ചെയ്യരുത്. അപ്പോൾ രോഗി എന്ത് പറയുന്നു, ഐ ഹാവ് ഹാഡ് എ ചാൻസ് ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദിസ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് മൈ ക്വസ്റ്റ്യൻസ് ഹാവ് ബീൻ ആൻസേർഡ് ടു മൈ സാറ്റിസ്ഫാക്ഷൻ. ഐ ആൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ മേ സ്റ്റോപ്പ് ദിസ് ട്രീറ്റ്മെൻറ്റ് അറ്റ് എനി ടൈം. ഇതെല്ലാം എനിക്ക് മനസ്സിലാകുന്നിടം വരെ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോൾ പറഞ്ഞാലും നിർത്തിത്തരണം, ഒരു കീമോ തരൂ എന്ന് രോഗിയുടെ ബന്ധുക്കൾ കൂടെ ചെന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നു, ഈ കീമോ ചെയ്യുന്ന മരുന്ന് ഇത്രയും വലിയ കാളകൂടമാണ്, വിഷമാണ്. അത് തറയിൽ വീണാൽ ഗ്രാനൈറ്റ് വരെ കരിഞ്ഞു പോവും. അത് ശകലം ലീക്കായി ഇതിൻ്റെ പുറത്ത് വീണാൽ അവിടെ കരിഞ്ഞു പോവും. ആരെങ്കിലും സ്റ്റെറർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പുറത്ത് വീണാൽ അവിടെ ക്യാൻസർ പിടിക്കും. ഇത്രയും വലിയ കാളകൂടമാണ്, നിൻ്റെ പുറത്തേക്ക് കുത്തിവെക്കേണ്ട. അതുകൊണ്ട് ഈ മരുന്ന് നീ വാങ്ങിച്ചതാ. ആ മരുന്ന് വേടിക്കാനുള്ളതായ കൺസേണും നമ്മളാ കൊടുക്കണേ, മരുന്ന് വാങ്ങാൻ. അവസാനത്തെ വരി, ഐ ഡിക്ലെയർ ദാറ്റ് ഐ ആം മോർ ദാൻ 18 years ഓഫ് ഏജ്. എനിക്ക് 18 വയസ്സിന് മേൽ പ്രായപൂർത്തിയായതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ സയൻസ് കൺസേൺ ഒപ്പിട്ട് തരാൻ എനിക്ക് യോഗ്യതയുണ്ട്. നീ തുടങ്ങിക്കോ, ആരും നിന്നോട് ചോദിക്കില്ല എന്നാണ് എഴുതി കൊടുത്ത ഈ പേപ്പർ. അടുത്ത പേജ് ഇതാണ്, കീമോ ഒള്ളി പാലിറ്റീവ്, ഒരു സാന്ത്വനം മാത്രമാണ് കീമോ. ഇത് മരുന്നല്ല. ഇത് ഇന്ത്യൻ ജനതയെ ഒന്ന് അറിയിക്കാമെങ്കിൽ ഒരു പരിധി വരെ രക്ഷപ്പെടുത്താൻ പറ്റും നമ്മുടെ ഈ ആൾക്കാരെ. ഈ ക്യാൻസർ ഇല്ല എന്ന് വൈദ്യർ പറയുന്നുണ്ട്. പക്ഷേ എന്ത് അടിസ്ഥാനത്തിലാണ് പിന്നെ വൈദ്യർ ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്നത്? ഇതൊരു നല്ല ക്വസ്റ്റനാണ്. കാരണം ഒരുപാട് പേര് ഞാൻ ഈ അറിയാതെ പറഞ്ഞു വരുന്ന വഴിക്ക് ക്യാൻസർ എന്നങ്ങ് പറഞ്ഞു പോകും. അത് വെച്ച് ഡോക്ടർമാരൊക്കെ ശരിക്കും തന്നെ
ഒതുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞു വരുന്ന വഴിക്ക് അങ്ങനെ എല്ലാവരും പറഞ്ഞ് വന്ന വഴിക്ക് അങ്ങനെ ആയിപ്പോയി. വേറൊരു പേരില്ലല്ലോ അതിന്. ഉണ്ട്. അതാ ഇമ്പോർട്ടൻ്റ്. ഞങ്ങൾ ക്യാൻസറിനല്ല ചികിത്സിക്കണേ. ക്യാൻസർ എന്ന് പറഞ്ഞ രോഗമില്ല എന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചില്ല. പിന്നെ ക്യാൻസർ എന്താണ്? നമുക്ക് പണ്ട് ഈ രോഗം ഇവിടെ ഉണ്ട്. ഇവർ വരുന്നത് 1971 ലോകത്ത് ആദ്യമായിട്ട് ക്യാൻസർ ഇൻഡസ്ട്രിയൽ ഉണ്ടാവുന്നത്. ക്യാൻസർ ഇൻഡസ്ട്രിയലാണ്, ഒരു വ്യവസായമാണ്. ആൾക്കാരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് MD ആൻഡേഴ്സൺ ക്യാൻസർ സെൻറ്റർ, ടെക്സാസ്, അമേരിക്ക. അവിടെ 20,000-ൽ മേൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ആശുപത്രിയാണ്. ആ ആശുപത്രിയിലെ ഒരു ഡയറക്ടർക്ക് അയാളുടെ ഭാര്യയ്ക്ക് അസുഖം വന്നപ്പോൾ ചേർത്തലയിലാണ് വന്നത്. അവിടെയാണ് നമ്മുടെ സോണിയാജി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ അവർക്കും അറിയില്ല. അപ്പോൾ അവർ പിന്നെ എന്തിനാണ് ചികിത്സിക്കണേ? ഓരോ രോഗത്തിനും പണ്ടും ഈ സാധനം എവിടെയുണ്ട്. അതിൻ്റെ പേര് വിദ്രതി, മുഴ, കവിളുവാർപ്പ്, കണ്ഠമാല, മഹോദരം, പുറ്റുനോവ്, കുംഭകാമില, ഗ്രന്ഥിവീക്കം, രക്താർബുദം. അർബുദം ക്യാൻസറല്ല. ഈ നിസാര രോഗങ്ങളിൽപ്പെടുത്തി ചികിത്സിച്ചിരുന്ന ചികിത്സാ സമ്പ്രദായമായിരുന്നു ഈ സാധനം. അതിനാണ് ഞാൻ ഇന്നും ചികിത്സിക്കണേ. അത് ആൾക്കാർ ഇഷ്ടം പോലെ മാറിയിട്ടുണ്ട്. എത്രയോ ആൾക്കാർക്ക് മാറുന്നുണ്ട്. അതിൽ ഏറ്റവും രസകരമായി പെട്ടെന്ന് ചികിത്സിക്കാൻ പറ്റുന്ന രോഗമാണ് ബ്രസ്റ്റ് ക്യാൻസർ. അത് വെരിക്കോസുമായിട്ടാണ് ഞങ്ങൾ ബന്ധപ്പെടുത്തുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞാൽ മൂക്കടപ്പ്, കണ്ണ് ചൊറിച്ചിൽ, ചെവി കടി, തോള് വേദന, ഇവിടെ വേദന, എൽബോ വേദന, റിസ്റ്റ്, നടുവേദന, കാലുകഴപ്പ്, മസിൽ പിടുത്തം, പീരീഡ് സമയത്ത് ബ്രസ്റ്റിന് കഴപ്പ്, വെരിക്കോസ്, പൈൽസ്, ഫിഷർ, തലവേദന, തൊണ്ടയ്ക്ക് കാറൽ, ഇങ്ങനെ. ഇത് ഇത്ര ഒറ്റ രോഗത്തിൽ കൊണ്ട് പെടുത്ത്. ഇതെല്ലാം ഞരമ്പിൻ്റെയാണ്. ആ യൂട്രസിൽ ഫൈബ്രോയിഡ്, ഓവറിയൻ സിസ്റ്റ്, ഇതെല്ലാം ഒറ്റ രോഗത്തിൽ പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്. ഇതെല്ലാം മാറുന്നുണ്ട്. അത് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പോലും പറ്റാതെ കീമോയും റേഡിയേഷനും ഓപ്പറേഷനും എല്ലാം കഴിഞ്ഞ് അവസാനത്തെ കൈയോടാണ് ഇവിടെ വരുന്നത്. അപ്പോഴത്തേക്ക് സമയം പോയി. എൻ്റെ അടുത്ത് വരുന്ന രോഗികളെല്ലാം പാലിയേറ്റീവ് കെയറായിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ അതിൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. കാരണം അവസാനത്തേക്ക് എങ്ങുമില്ല, എല്ലായിടത്തും പോയി ഒരു ഗതിയില്ലാതെ വരുമ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. അവർ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ 10% രക്ഷപ്പെട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര വിജയമാണ്. കാരണം കുഴിയെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഗുളിക കൊടുത്ത് വിട്ടേക്കുന്ന ആൾക്കാരാണ് എൻ്റെ അടുത്ത് വരുന്നത്. അവരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. നല്ലൊരു ശതമാനം രക്ഷപ്പെടുന്നുണ്ട്. 10% എന്നല്ല, നല്ലൊരു ശതമാനം ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ ക്യാൻസറിന് ചികിത്സയില്ല. നമ്മളിവിടെ പറ്റില്ലയോ? സമൂഹത്തെയും നിയമത്തെയും ഒക്കെ നമ്മൾ മാനിക്കണം. അങ്ങനെ വരുമ്പോൾ ഞാനൊരു പാരമ്പര്യ വൈദ്യരാണ്. എൻ്റെ കയ്യിൽ എന്ത് സർട്ടിഫിക്കറ്റ്, എൻ്റെ കയ്യിൽ എന്ത് അറിവ്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അറിവ് മൊത്തം ഉണ്ടായത് അറിയാൻ വേണ്ടി പോയപ്പോഴാണ്. അറിയാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കളി മൊത്തത്തിൽ മാറി. ഓരോ വിഷയത്തെപ്പറ്റി ഞാൻ പഠിക്കാനിറങ്ങി, ഓരോ രോഗത്തെപ്പറ്റി പഠിക്കാനിറങ്ങി. എന്നെ പഠിപ്പിക്കുന്നത് ഇന്ന് ലോകത്തിലുള്ള വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ, ഡോക്ടേഴ്സ്, അവരൊക്കെയാണ്. പക്ഷേ അത് ഞാനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോയില്ല. ഞാൻ ക്ലാസ് എടുക്കുന്ന സ്ഥലങ്ങൾ, കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ്. സാർ കണ്ടു കാണുമെന്ന് തോന്നുന്നു ആ എപ്പിസോഡ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാം ഡോക്ടേഴ്സാണ്. അവരുടെ അടുത്ത് ഈ അനാട്ടമി പഠിപ്പിക്കാൻ, ഈ ശരീരം എന്താണെന്ന് പഠിപ്പിക്കാൻ അവരെങ്കിലും സർട്ടിഫിക്കറ്റ് തന്നാണ് വിട്ടത്. ഏത് വിഷയത്തിനേറ്റും പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാതെ പോയൊരു വിഷയമുണ്ട്, മനസ്സ്. അതിനെ ആസ്പദമാക്കിയാണ് ഞാൻ മൊത്തം പോയത്. സർട്ടിഫിക്കറ്റ് അതും കേട്ടുള്ളൂ. ഒരു അച്ഛൻ്റെ ജീനായിരിക്കാം എൻ്റെ ഇതിലേക്ക്. ഞാൻ എഞ്ചിനീയറിംഗിലാണ് പോയെന്ന് ഞാൻ സാർ നേരത്തെ പറഞ്ഞു. അവിടുന്ന് വൈദ്യത്തിലേക്ക് വന്നു, വൈദ്യം പഠിക്കാനിറങ്ങി. എനിക്ക് ഓരോ വിഷയത്തിലും പഠിക്കാനിറങ്ങിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ശരീരത്തെപ്പറ്റി ഇന്നുവരെ ഭൂമിയിൽ ആരും ഒന്നും പഠിച്ചിട്ടില്ല, പഠിക്കാൻ പറ്റത്തുമില്ല. ഇതാണ് യഥാർത്ഥ സത്യം. അത് മനസ്സിലായി. രണ്ടാമത്,
ഇപ്പം അതിൽ ഏറ്റവും വലിയ പിന്നെ രസകരമായ ഹിസ്റ്ററി ആയുർവേദം ഇന്ന്, അപ്പം ഞാൻ വൈദ്യരായ കാലിലല്ലേ, ഈ വൈദ്യന്മാരെ മൊത്തം ഇന്ത്യയിൽ കുറച്ച് നാൾക്ക് മുമ്പ് പാരമ്പര്യ വൈദ്യന്മാർക്ക് ചികിത്സിക്കാൻ പാടില്ലെന്നൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുണ്ടാക്കിയത് ആരാണെന്നറിയാമോ? ഇവിടുത്തെ ആയുർവേദ ഡോക്ടർമാരാണ്. കുറുന്തോട്ടി പോലും കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടാത്തവരുടെ കയ്യിലാണ് ഇന്ന് ആയുർവേദം ഇരിക്കണേ. അവർക്ക് ഒരു മണ്ണാങ്കട്ടയും പഠിച്ചിട്ടില്ല. 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആർക്കും BAMS കിട്ടും. ഇപ്പം കർണാടകത്തിൽ നിന്ന് കൊണ്ടുവരാം, അവർക്ക് ചികിത്സിക്കാം. അറിവുള്ള നൂറുകണക്കിന് ആൾക്കാർ, വൈദ്യന്മാർ ഇന്ന് നമ്മുടെ നാട്ടിൽ കിടപ്പുണ്ട്. അവനെ എല്ലാം പിടിച്ച് അകത്താക്കിയിട്ട് അവനൊന്നും ചികിത്സിക്കരുതെന്ന് പറഞ്ഞു. ഈ കള്ളന്മാരുടെ കൂടെ മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ. ഒരു വിദ്യാഭ്യാസവും ശരീരത്തെപ്പറ്റിയോ മരുന്നിനെപ്പറ്റിയോ ഒരറിവില്ലാത്ത ആൾക്കാരാണ് ഇന്ന് ചികിത്സിക്കണേ. ഇവരെ പിടിച്ചകത്താക്കി. തന്തയുടെ കയ്യിൽ തഴമ്പുണ്ടെങ്കിൽ, അച്ഛൻ്റെ കയ്യിൽ തഴമ്പുണ്ടെങ്കിൽ മക്കളുടെ പുറത്ത് തഴമ്പുണ്ടാവും എന്ന് പറയുന്ന വൈദ്യശാസ്ത്രമാണ് പാരമ്പര്യം എന്ന് പഠിപ്പിച്ച് ആൾക്കാരെ എല്ലാം അകത്താക്കി ഉള്ളിക്കറ്റി. ഇവർക്ക് വാച പഠിക്കാനും കസർത്താനും ഒന്നും അറിയാത്തതുകൊണ്ട് അവരങ്ങ് ഒതുങ്ങിക്കൂടി. ആ വൈദ്യന്മാരെല്ലാം പുറത്തു കൊണ്ടുവരികയാണ് എൻ്റെ ലക്ഷ്യം. അവർ തിരിച്ചു വന്നാൽ ഭാരതത്തിലുള്ള നമ്മുടെ വീട്ടിൽ നമ്മുടെ രോഗികളെല്ലാം രക്ഷപ്പെട്ടു. പക്ഷെ അവർ അംഗീകരിക്കും അത് ശരിയാണെന്ന് നമ്മുടെ നിയമപീഠം അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ, നമ്മുടെ ആരോഗ്യവകുപ്പ് സമ്മതിക്കുന്നിടം വരെ, അതിനൊരു ഉത്തരവുണ്ടാകുന്നിടം വരെ ഞാൻ ഈ ഫൈറ്റ് കൊണ്ട് നടക്കും. അവിടം വരെയാണ് എൻ്റെ ലക്ഷ്യം. കാരണം ഏറ്റവും വലിയ വൈദ്യശാസ്ത്രം ഭാരതത്തിൻ്റെ ആണെന്നും അത് പാരമ്പര്യത്തിൻ്റെ ആണെന്നും അത് അറിവിൻ്റെ കുടമാണെന്നും നിറകുടമാണെന്നും ഇഷ്ടം പോലെ ഇരിപ്പുണ്ടെന്നും അതെടുക്കാൻ ഏത് രോഗത്തിനും സാറിയോ പാർക്കിൻസൺസിന് ഇന്ന് ലോകത്ത് ആരുടെയും മരുന്നില്ല, മസ്കുലർ ഡിസ്ട്രോഫിയ മരുന്നില്ല, സോറിയാസിസ് മരുന്നില്ല. ഇതൊക്കെയാണ് എൻ്റെ അവിടുത്തെ മെയിൻ ചികിത്സ. ഇതൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ശരിയായും പോകുന്നുണ്ട്. പക്ഷെ അവിടെ വരുന്നവർക്ക് ആർക്കേ പിന്നെ മനസ്സിലാവുള്ളൂ. ഇത് വെളിയിലിരുന്നുകൊണ്ട് ഇതൊന്നും അറിയാത്തവർ കുറേ പേപ്പർ വർക്ക് നടത്തി ഇതിനെ എങ്ങനെ ഒതുക്കാം, അതാണ് ലക്ഷ്യം. അപ്പോൾ സാറിന് ഒരു കാര്യം കൂടെ അറിയാമോ? ആയുർവേദത്തിനകത്ത് ഇന്ന് ഒരു മരുന്നുമില്ലെന്നറിയോ? ഞാനിപ്പോൾ ക്ലാസ്സിൽ പറയുന്നത് അലോപ്പതി പോയാലും ശരി ആയുർവേദത്തിൽ പോകരുത്. കാരണം അത്രയും തട്ടിപ്പാണ് ആയുർവേദക്കാരൻ നടത്തുന്നത്. കാരണം എത്ര വലിയ കമ്പനി ആയിക്കോട്ടെ, എത്ര വലിയ ആയുർവേദക്കാരനായിക്കോട്ടെ, അവൻ പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് മരുന്നല്ല, അത് കഷായമല്ല. പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ, ഒരു ഫംഗസ് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് പെരുകുന്നതിനെയാണ് വളിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബാക്ടീരിയയോ ഫംഗസോ ഉള്ളിൽ കയറിയാൽ അതിനെ കൊല്ലുന്ന സാധനങ്ങൾ ഒഴിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കീടനാശിനി അടിച്ചു വെച്ചിരിക്കുന്നു എന്നാണ്. നമ്മുടെ ഈ ശരീരം 100 മുതൽ 120 ട്രില്യണിൽ കൂടുതൽ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കോശങ്ങളല്ല യഥാർത്ഥത്തിൽ ഈ ശരീരത്തിൻ്റെ അവകാശി. 7.5 മീറ്റർ കിടക്കുന്ന അന്നനാളത്തിൽ കിടക്കുന്ന ബാക്ടീരിയയാണ് യഥാർത്ഥം നമ്മുടെ അവകാശി. അവനാണ് യഥാർത്ഥത്തിൽ ഈ ശരീരത്തിൻ്റെ സൃഷ്ടാവ്. അവനാണ് തീരുമാനിക്കുന്നത് ശരീരം എങ്ങനെ പോകണമെന്ന്. അതിലെ അപ്പൻഡിക്സിൽ കിടക്കുന്ന ബാക്ടീരിയയാണ് തലച്ചോറിനെ നിയന്ത്രിക്കുന്നത്. ഇന്നിപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചു. അപ്പോൾ അപ്പൻഡിക്സ് ഒരിക്കലും കണ്ടിക്കരുതെന്ന് ഇപ്പോൾ പുതിയത് പറയുന്നു. ഇതൊക്കെ അറിയാവുന്ന പഴയ പൂർവികരിരുന്ന നാടാണ് നമ്മുടേത്. അന്നിവിടെ ആ ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യാനായിരുന്നു പഞ്ചഗവ്യം കുടിപ്പിച്ചത്. ചാണകത്തിനകത്ത് നീരും മൂത്രവും പാലും വെണ്ണയും തൈരും. ഇത് കുടിപ്പിച്ചത് അന്നത്തെ പൂർവികർക്ക് അറിയാമായിരുന്നു നല്ല ബാക്ടീരിയ കൊടുക്കണമെന്ന്. ആ ബാക്ടീരിയ കൊടുക്കാനാണ് അവരന്നത് ചെയ്തത്. അതിന് പകരമാണ് ഇപ്പോൾ ബാക്ടീരിയ കൃത്യമായിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പുതിയ ബാക്ടീരിയ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബാക്ടീരിയ ഈ കീടനാശിനി അകത്ത് ചെല്ലുമ്പോൾ ആദ്യം കൊല്ലുന്നത് ഈ ബാക്ടീരിയ ആണ്. അതുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ആൾക്കാരുടെ വയറ് കത്തുന്നത്. അതിനെയും കാട്ടിയും കഷ്ടമാണ് ഈ പ്രിസർവേറ്റീവ് ഒഴിച്ച കഷായം, അരിഷ്ടം, ആസമം, ലേഹ്യം, ഗുളിക വരെ 10 കൊല്ലം കഴിഞ്ഞാലും കേടാവാത്ത കഷായങ്ങളും അരിഷ്ടങ്ങളും ലേഹ്യങ്ങളും കൊണ്ട് വെച്ചിട്ട് ഇത് ആയുർവേദമെന്ന് പറഞ്ഞിട്ട് അത് വലിയ വലിയ കമ്പനിയുടെ പേര് പറഞ്ഞ് പുറത്തിറക്കിയാൽ അത് ആയുർവേദം ആവില്ല. കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരു കാര്യം നല്ലതുപോലെ ഓർക്കുള്ളൂ. ഒരു കാരണവശാലും പ്രിസർവേറ്റീവ് ചേർത്ത കഷായങ്ങളോ അരിഷ്ടങ്ങളോ ആസവങ്ങളോ ലേഹ്യങ്ങളോ കഴിക്കരുത്. അത് ലിവർ സിറോസിസ് ഉണ്ടാക്കും. സ്ഥിരമായി കഴിച്ച ഒരു സ്ത്രീ ചാലക്കുടി എൻ്റെ അടുത്ത് വന്നു. 8 കൊല്ലം കഷായം അരിഷ്ടവും കുടിച്ചു. ലാസ്റ്റ് ഡോക്ടറെ കാണാൻ അലോപ്പതി ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എത്ര നാളായി വെള്ളം അടിക്കാൻ തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വെള്ളം അടിക്കുന്നില്ലല്ലോ.
അപ്പോൾ ഞാൻ കഷായം 8 കൊല്ലം കൊണ്ട് കുടിക്കണം, മതി, അത് മൊത്തവും ചാരായമാണ്. അതായിരുന്നു അവർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ചാരായവും കീടനാശിനിയും ഇത് രണ്ടും കൂടെ ചെല്ലുന്നു. അതുപോലെ തന്നെ യോഗങ്ങൾ അനുസരിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പച്ചമരുന്നില്ല. ഇത്രയും പച്ചമരുന്ന് എവിടുന്നാണ് വരുന്നത്? ഇതൊന്നും ആർക്കും അറിയണ്ട. ഒരു വൻപൻ തട്ടിപ്പ് അലോപ്പതിക്കാരൻ മോഡേൺ സയൻസ് ചെയ്തെങ്കിൽ അതിലും വലിയ തട്ടിപ്പ് ഇന്ത്യൻ ആയുർവേദം ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ നിന്ന് വേണം എനിക്ക് പിടിച്ചു കയറാൻ. അപ്പോൾ എനിക്കെതിരായ ശത്രുക്കളാണ് ആയുർവേദക്കാരുടെ ശത്രുക്കളാണ്, ഡോക്ടർമാർ ശത്രുക്കളാണ്, അലോപ്പതിക്കാർ ശത്രുക്കളാണ്, ആയുർവേദ ഡോക്ടർമാർ ശത്രുക്കളാണ്. ഒരു വലിയൊരു ശത്രുതയ്ക്കകത്തുന്നുണ്ട്. പക്ഷേ സാർ, ഒരു കാര്യം എന്തുവാ ഞാൻ രക്ഷപ്പെടുന്നതിന് പറഞ്ഞുതരാം. ഇതൊരിക്കലും ഒരു ബിസിനസ് ആക്കിയിട്ടില്ല ഞാൻ ഇന്ന് വരെ. ഇതിനകത്ത് 10 പൈസ ഉണ്ടാക്കാൻ ഞാൻ പാടുപെട്ടിട്ടില്ല. നിങ്ങളുടെ പോക്കറ്റ് നോക്കി ഞാൻ ചികിത്സിക്കില്ല. നിങ്ങൾ എത്ര പൈസ ഉണ്ടായിക്കോട്ടെ, അതെൻ്റെ വിഷയമല്ല. ഞാൻ ആ കൊടുക്കുന്ന മരുന്നിൻ്റെ പൈസ, ആ പൈസ കൊണ്ടും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അവിടെ ആശുപത്രി വന്ന് തിരക്കിയാൽ മനസ്സിലാവും. ഇതുകൊണ്ടൊന്ന് ഞാൻ മേലോട്ട് പോകാനോ, ഇതുകൊണ്ട് കുറേ വാരിക്കൂട്ടാമെന്നോ, ഇതുകൊണ്ട് കുറേ സാധനം മേടിക്കാമെന്നോ. ലളിതമായ ജീവിതം. എനിക്ക് തിന്നാനും കുടിക്കാനും ഉള്ളത് നമ്മുടെ കയ്യിലുണ്ട്. അത് വലിയ ഉണ്ടാക്കി സമ്പാദിച്ച് കൂട്ടാൻ ഇന്ന് വരെ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കൊട്ട് വേണ്ടതാനും. അപ്പോൾ എൻ്റെ സാർ, ഒരു ശവപ്പെട്ടി കിടക്കാരൻ രാവിലെ എഴുന്നേറ്റ് എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ 2 പെട്ടി വിറ്റ് തരണേ എന്നാണ്. എന്ന് പറഞ്ഞാൽ 2 പേരെ കാച്ചി തരണേന്ന്. ഒരു വൈദ്യൻ എന്താ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ 10 പേരെ തരണേ എന്ന് പറഞ്ഞാൽ 10 രോഗി ഉണ്ടാക്കി തരണേ. അതിൽ 5 പേര് വന്നാൽ എന്താ പ്രാർത്ഥിക്കുന്നറിയാം? ദൈവമേ 5 കിട്ടിയോളൂ, ഇതിനെയെങ്കിലും ഒന്ന് നിലനിർത്തി തരണേ. അവൻ്റെ ഉദ്ദേശം ഇതാണ്, അവൻ്റെ രോഗം മാറരുത്. ഒരു ഡോക്ടർക്കും ഒരു രോഗിയുടെ രോഗം മാറുന്നത് ഇഷ്ടമല്ല. കാരണം പോയാൽ അവരുടെ കച്ചവടം പൂട്ടി, അവൻ്റെ ഇത് പോയി, കാശ് പോയി. ഈ ഒരു അവസ്ഥയിൽ ഒരു രോഗം മാറില്ല. വൈദ്യൻ ധനവാനായിരിക്കണം, രോഗിയല്ല. എന്തുകൊണ്ടൊക്കെ? അറിവ് കൊണ്ടും ധനം കൊണ്ടും മരുന്ന് കൊണ്ടും മനസ്സുകൊണ്ടും അവൻ ധനവാനായിരിക്കണം. അവൻ ചികിത്സിച്ചാൽ രോഗം മാറും, അല്ലാതെ ഒരാൾ ചികിത്സിച്ചാൽ രോഗം മാറില്ല. We had came across a lot of things from Mr. Mohan Vaidyan, and he is a doctor as well as a Vaidyan with a passion, and he is treating for not for money. He is a patient betterment oriented man. So very proud to have him as a guest in Dr. Sin. I would like to thank him and thanks our viewers also.